മലയാളത്തിൻ്റെ മഹാനടനാണ് മമ്മൂട്ടി. മോളിവുഡിലെ എന്നല്ല, നിലവിൽ ഇന്ത്യൻ സിനിമയിലെ ഏറ്റവും സീനിയറായ സൂപ്പർ താരങ്ങളിൽ ഒരാൾ കൂടിയാണ് അദ്ദേഹം. മെഗാസ്റ്റാർ എന്നാണ് അദ്ദേഹത്തെ ആരാധകർ വിശേഷിപ്പിക്കുന്നത്. പല താരങ്ങളും കരിയറിൽ വർഷങ്ങൾ പിന്നിടുമ്പോൾ താഴേക്ക് പോകുമ്പോഴും സ്ക്രിപ്റ്റ് സെലക്ഷനും മികച്ച സിനിമകളുമായി അനുദിനം കാണികളുടെ മനസ്സ് കീഴടക്കുകയാണ് മമ്മൂട്ടി. നിലവിൽ പ്രമുഖ സംവിധായകൻ മഹേഷ് നാരായണൻ ഒരുക്കുന്ന മൾട്ടി സ്റ്റാർ ചിത്രത്തിലാണ് മമ്മൂട്ടി അഭിനയിച്ചുകൊണ്ടിരിക്കുന്നത്. മോഹൻലാൽ, ഫഹദ് ഫാസിൽ, കുഞ്ചാക്കോ ബോബൻ, നയൻതാര എന്നിങ്ങനെ വലിയ താരനിര തന്നെയുള്ള ചിത്രത്തിൻ്റെ ചിത്രീകരണം പുരോഗമിക്കവെയാണ് അശുഭകരമായ ഒരു വാർത്ത പുറത്തുവന്നത്. ചെറിയ ദേഹാസ്വാസ്ഥ്യം മൂലം മമ്മൂട്ടി ഷൂട്ടിംഗ് നിർത്തി ചികിത്സ തേടിയെന്നായിരുന്നു ഇത്. പിന്നാലെ ഓൺലൈൻ മാധ്യമങ്ങൾ ഉൾപ്പെടെ ഇത് വലിയ രീതിയിൽ വാർത്തയാക്കി. മമ്മൂട്ടിക്ക് ക്യാൻസർ ആണെന്ന തരത്തിലുള്ള പ്രചാരണങ്ങളും സജീവമായിരുന്നു. എന്നാൽ ഇതിലൊന്നും കഴമ്പില്ലെന്നാണ് അടുത്ത വൃത്തങ്ങൾ സൂചിപ്പിച്ചത്. ഇപ്പോഴിതാ വിഷയത്തിൽ പ്രതികരിക്കുകയാണ് സംവിധായകൻ ജോസ് തോമസ്. അദ്ദേഹത്തിൻ്റെ മറുപടി വൈറലാവുകയും ചെയ്തിട്ടുണ്ട്. തൻ്റെ യൂട്യൂബ് ചാനലിലൂടെയായിരുന്നു അദ്ദേഹം പ്രതികരിച്ചത്. അദ്ദേഹത്തിൻ്റെ വാക്കുകൾ ഇങ്ങനെ: ഇക്കഴിഞ്ഞ ദിവസം എൻ്റെ ഒരു അകന്ന ബന്ധു എന്നെ വിളിച്ച് ചോദിച്ചു, മമ്മൂക്കയ്ക്ക് എന്താണ് സംഭവിച്ചത്? ഞാൻ പറഞ്ഞു, എന്ത് സംഭവിക്കാനാണ്, എന്തോ ക്യാൻസറാണ്, അസുഖമാണെന്നൊക്കെ പറയുന്നു. മമ്മൂക്ക മരിച്ചു പോകുമോ എന്നും ചോദിച്ചു. ഞാൻ പറഞ്ഞു, തീർച്ചയായും മരിച്ചു പോവും. അവിടെ നിന്ന് അയ്യോ എന്ന ശബ്ദം കേട്ടു. ഞാൻ ചോദിച്ച്, എന്താണ് നിങ്ങൾക്ക് പറ്റിയതെന്ന്. ചേട്ടൻ എന്തായി പറയുന്നത്? മമ്മൂക്ക മരിച്ചു പോകുമെന്നോ? ഞാൻ ചോദിച്ചു, താൻ മരിക്കില്ലേ? അപ്പോഴാണ് അദ്ദേഹത്തിൻ്റെ സ്വബോധം വീണ്ടും കിട്ടിയത്. അത് ശരിയാണ്, പക്ഷേ ഇപ്പോഴത്തെ അവസ്ഥയും അസുഖവും എന്താണ് എന്നായിരുന്നു അദ്ദേഹം ചോദിച്ചത്. ഞാൻ പറഞ്ഞു, സുഹൃത്തെ, പലരും പറഞ്ഞിട്ടുള്ള അറിവ് മാത്രമേ ഉള്ളൂ. സിനിമാ രംഗത്തെ അദ്ദേഹവുമായി അടുത്തിടപഴകുന്ന പലരുമായി ഞാൻ ബന്ധപ്പെട്ടിരുന്നു. രോഗത്തിൻ്റെ ഒരു ആരംഭം മാത്രമാണ്, അതിനപ്പുറത്തേക്കൊന്നുമില്ല. 2 ആഴ്ചത്തെ റേഡിയേഷൻ കൊണ്ട് അദ്ദേഹം സുഖം പ്രാപിച്ചു വരും. അത് പറഞ്ഞപ്പോൾ ആ പയ്യന് ആശ്വാസമായി. ഇതാണ് ഇപ്പോഴത്തെ അവസ്ഥ. ഇവിടെ ഓൺലൈൻ മീഡിയയിലാണ് കൂടുതലും മമ്മൂക്കയുടെ രോഗത്തെക്കുറിച്ച് വ്യാജ പ്രചാരണവും ശരിയായ വാർത്തയും ഒക്കെ പ്രചരിക്കുന്നത്. മറ്റൊരു അച്ചടി മാധ്യമത്തിലും നിങ്ങൾക്കിത് കാണാൻ കഴിയില്ല. മമ്മൂട്ടിയെപ്പോലെ ഒരു മഹാനടൻ്റെ രോഗവിവരം മറച്ചു വെക്കേണ്ടത് ഒരു സാമാന്യ മര്യാദയാണെന്നതുകൊണ്ടായിരിക്കാം മമ്മൂട്ടി ഈ അടുത്ത കാലത്ത് തുടർച്ചയായി വൊമിറ്റ് ചെയ്തുകൊണ്ടിരുന്നു. അതെന്തോ ഒരു രോഗത്തിൻ്റെ ലക്ഷണമാണെന്ന് തോന്നിയിട്ടാവണം പരിശോധനയ്ക്ക് വിധേയമാക്കിയത്. അതിലാണ് കുടൽ ക്യാൻസറിൻ്റെ ഒരു തുടക്കം റേഡിയേഷനിലൂടെ മാറ്റാൻ കഴിയുന്നത് കണ്ടെത്തുന്നത് എന്നതാണ് സംഭവിച്ചത്. ഇത് വാർത്തകളിലൂടെ പുറം ലോകം അറിയണമെന്ന് മമ്മൂട്ടി ആഗ്രഹിച്ചു കാണില്ല. കാരണം മമ്മൂട്ടിയെ ആരാധിക്കുന്ന, സ്നേഹിക്കുന്ന ഒരുപാട് ജനങ്ങളുണ്ട്. അവരുടെ ഉള്ളിലൊരു വേദന ഉണ്ടാക്കേണ്ട എന്ന് കരുതിയാണ്. അത് അസുഖവിവരം അറിഞ്ഞാൽ അദ്ദേഹത്തിന് ചാൻസ് നഷ്ടപ്പെടും എന്നറിഞ്ഞതുകൊണ്ടൊന്നുമല്ല. എനിക്ക് പരിചയമുള്ള കാലം തൊട്ട് അദ്ദേഹം മദ്യപിക്കില്ല. ആഹാര കാര്യങ്ങളിൽ കൃത്യനിഷ്ഠയുള്ള ആളാണ്. 85-90 കാലഘട്ടത്തിലൊക്കെ അദ്ദേഹം സിഗരറ്റ് വലിക്കുമായിരുന്നു. ഞാൻ ഇപ്പോഴും ഓർക്കുന്നു, ജോൺ പ്ലേയേഴ്സ് എന്ന സിഗരറ്റ് ടിന്നിലാണ് കൊണ്ടുവയ്ക്കാറുള്ളത്. അതിടയ്ക്കിരുന്ന് വലിക്കുന്നത് കാണാറുണ്ട്. അതിനുശേഷം പിന്നീട് അദ്ദേഹം അതും അവസാനിപ്പിച്ചു. ഇന്ന് വരെ മദ്യപിക്കുകയോ വലിയ ആഘോഷങ്ങളിൽ പങ്കെടുത്ത് തിമിർക്കുകയോ ഒന്നും ചെയ്യുന്നത് ഞാൻ കണ്ടിട്ടില്ല. എപ്പോഴും ആരോഗ്യം, സിനിമ എന്നിവയിൽ ശ്രദ്ധാലുവായിരുന്നു. ഈ പ്രായത്തിലും വ്യായാമം ചെയ്യുകയും ആരോഗ്യം സംരക്ഷിക്കുകയും ഒക്കെ ചെയ്യുന്നത് കാണുമ്പോൾ എല്ലാവരും പറയുമായിരുന്നു, മമ്മൂട്ടിയെ കണ്ട് പഠിക്കുന്നു. അദ്ദേഹത്തിൻ്റെ അസുഖത്തിൽ സങ്കടപ്പെടുക ഫാൻസ് മാത്രമായിരിക്കില്ല, അദ്ദേഹത്തിൻ്റെ അഭിനയസിദ്ധി ആകർഷിച്ചിട്ടുള്ള ആരുമാവാം. ഈ വാർത്ത വന്നതിൽ തെറ്റ് പറയാൻ കഴിയില്ല. കാരണം മമ്മൂട്ടിയുടെ ലക്ഷക്കണക്കായ ആരാധകർ അവരുടെ പ്രാർത്ഥനകളാൽ മമ്മൂട്ടി സുഖം പ്രാപിച്ചു വരും. മോഹൻലാലിനെ നോക്കൂ, അദ്ദേഹം ശബരിമലയിൽ വഴിപാട് ചെയ്തു. ഒരിക്കലും പൊതുജനം അറിയണമെന്ന് കരുതി അദ്ദേഹം ചെയ്ത കാര്യമല്ല അത്. എന്നാൽ ആരോ, അടുത്ത സുഹൃത്തുക്കളോ മറ്റോ ആ റെസിപ്റ്റ് എടുത്ത് സോഷ്യൽ മീഡിയയിൽ പങ്കുവച്ചു. അത് വൈറലായി. മോഹൻലാലിൻ്റെ ദർശനത്തിൻ്റെ വീഡിയോ ഒക്കെ വൈറലായി. മോഹൻലാൽ സ്നേഹപൂർവ്വം എൻ്റെ ഇച്ഛാക്കയ്ക്ക് വേണ്ടി, എൻ്റെ ഭാര്യയ്ക്ക് വേണ്ടിയാണ് ഞാൻ മല കയറിയതെന്ന് പറയുമ്പോൾ അതിനെ അവിശ്വസിക്കേണ്ട കാര്യമില്ല. സാധാരണ ജനങ്ങളുടെ ഉള്ളറിഞ്ഞുള്ള പ്രാർത്ഥനയുണ്ടല്ലോ, അതും മമ്മൂട്ടിക്ക് ഫലിക്കട്ടെ. രോഗമെന്ന് പറയുന്നത് ഒരിക്കലും പാപമല്ലല്ലോ. രോഗമെന്നതൊരു വ്യക്തിക്ക് സ്വാഭാവികമാണ്. അതേസമയം മമ്മൂട്ടിയുടെ രോഗവാർത്ത വന്നതിന് പിന്നാലെ നിരവധി ആരാധകരാണ് അദ്ദേഹത്തിന് പെട്ടെന്ന് തന്നെ രോഗശാന്തി ഉണ്ടാകട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് രംഗത്ത് വന്നത്. നിലവിൽ ചികിത്സയ്ക്കായി അമേരിക്കയിലാണ് മമ്മൂട്ടി എന്നാണ് റിപ്പോർട്ടുകൾ വ്യക്തമാക്കുന്നത്. മഹേഷ് നാരായണൻ ചിത്രത്തിൻ്റെ ഷൂട്ട് നിർത്തിവച്ചിരിക്കുകയാണ്. ഏപ്രിൽ ആദ്യവാരം തന്നെ മമ്മൂട്ടി മടങ്ങി വരുമെന്നാണ് അണിയറ പ്രവർത്തകർ പ്രതീക്ഷിക്കുന്നത്. ഇതിൻ്റെ നിർമ്മാതാവ് തന്നെ അക്കാര്യം വ്യക്തമാക്കിയിരുന്നു. നേരത്തെ ചിത്രത്തിൻ്റെ അമിത ബജറ്റ് മൂലം ഉപേക്ഷിച്ചു എന്ന തരത്തിലുള്ള വാർത്തകൾ പ്രചരിച്ചിരുന്നു. പിന്നാലെയാണ് മമ്മൂട്ടിയുടെ അസുഖ വിവരവും പുറത്തു വന്നത്.
ഇതോടെ ചിത്രം ഇനി ഉണ്ടാവില്ലെന്ന് ചില റിപ്പോർട്ടുകൾ വന്നെങ്കിലും അതൊക്കെ നിഷേധിക്കുകയാണ് അണിയറ പ്രവർത്തകർ.